എക്സൈറ്റ്മെന്റ് കൂടി പോയോ? ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് ഷടപടേന്ന് എടുത്തു തുടങ്ങിയൊരു വ്ളോഗാണ്. ഇന്ന് എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫുൾ വീക്ക് ഭയങ്കര തിരക്കുള്ളൊരു വീക്കാണ്. അപ്പോൾ ഇന്നത്തെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യം ഓരോന്നോരോന്നായിട്ട് പറയാം. ഇന്നത്തെ എക്സൈറ്റ്മെൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപുരാൻ്റെ റിലീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. ലാലേട്ടനും പൃഥ്വിരാജും എല്ലാവരും വരുന്നൊരു പ്രസ് കോൺഫറൻസ്. അവരെല്ലാ ഭാഷയിലും ഈ പ്രസ് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഫാൻസിന് വേണ്ടിയിട്ട് ഇന്നാണ് കർണാടകയിൽ, ഇന്ന് ബാംഗ്ലൂർ അവർ വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയാൻ കേട്ടോ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ. എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ ഫാൻസ് അസോസിയേഷൻ്റെ പാർട്ടായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്, അജയ് ചേട്ടൻ. പുള്ളിയാണ് നമുക്ക് തേഴ്സ്ഡേ ആണല്ലോ എംപുരാൻ റിലീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫാൻ ഷോ ടിക്കറ്റ്സൊക്കെ പുള്ളിയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗം ഞാൻ വേറെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇന്ന് ആ പ്രസ് കോൺഫറൻസ് ഉണ്ട്. സോ ആ പ്രസ് കോൺഫറൻസിന് 100 ടിക്കറ്റ് സെറ്റേ അവൈലബിൾ ഉള്ളൂ. അപ്പം അതിൽ വൈഷ് പാവം വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് വയ്യ, പിന്നെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ പോവാണ്. ഞാനുണ്ട്, റീമയുണ്ട്, റോണിയുണ്ട്, അജയ് ചേട്ടനുണ്ട്, അരൻ ചേട്ടനുണ്ട്. സോ നമ്മളെല്ലാവരും കൂടി ഈ ഒരു പരിപാടിക്ക് പോവാണ്. ഇത് നിൽക്കുന്നുണ്ടായിരുന്നു. ഓടാൻ പറഞ്ഞതിനോട് ലേറ്റായി ഓൾറെഡി. നമുക്ക് വേഗം പോവാം. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒറയൻ മോൾ വെച്ചിട്ടാണ് പരിപാടി. അതിനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 hour ഡ്രൈവാണ് കേട്ടോ നമ്മുടെ പ്രസ് സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടേക്ക്. ഈ ക്രൂവിന് 2 പ്രസ് കോൺഫറൻസ് ആണ് ഇന്ന് ബാംഗ്ലൂർ ഉള്ളത്. ഒരെണ്ണം കെങ്കേരി വെച്ചിട്ട് ഒരു കോളേജിലും, പിന്നെ രണ്ടാമത് ഒറയൻ മോളിലും വെച്ച് നമ്മൾ പോകുന്നത്. സോ ഇവര് നമ്മൾക്ക് ലൈവ് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അജയ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരവിടെ നിന്ന് ഇറങ്ങിയോ, ഇവരവിടെ എത്തിയോ എന്നുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും. സോ നമ്മൾക്ക് അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെങ്കേരിയിലെ പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഡിലേ ആയി. സോ ഇവര് ഒറയൻ മോളിൽ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ലാപ്ടോപ്പൊക്കെ എൻ്റെ കൂടെ കൊടുക്കുകയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് അത് ഇപ്പം ചെറിയൊരു കൺഫ്യൂഷനിലാണ്. കാരണം കെങ്കേരിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പരിപാടി നടക്കേണ്ടിയിരുന്നു, ഇവരുടെ തന്നെ ഒരു പ്രസ് കോൺഫറൻസ്. പക്ഷെ അത് ഡിലേ ആയി എന്നാണ് ഇപ്പം കിട്ടുന്ന വാർത്ത. അത് ഡിലേ ആയി ഇത്രേ. അപ്പോൾ അവർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ലേറ്റ് ആകും. ഞങ്ങളിപ്പോൾ ഒറയൻ മോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറയൻ മോളിലാണ് നമ്മളുടെ ഈ ഒരു നമുക്ക് കിട്ടിയ ടിക്കറ്റ്സിന്റെ കോൺഫറൻസ്. അപ്പോൾ അതായത് ഞങ്ങൾ രണ്ടുപേരും വരുന്നതായി പോവാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് ഉണ്ട്. കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു ഗേൾസ് ഡേ ആക്കുമല്ലോ. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോകും. സോ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തിറങ്ങിയ ഒരു വ്ളോഗ് ആണ് കേട്ടോ. കാരണം ഇന്നലെ വരെ ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ ഇതിന് പോകണമെന്ന്. രാവിലെ പെട്ടെന്ന് രാവിലെ വന്നൊരു പ്ലാനാണ്. അപ്പൊ ഞങ്ങൾക്ക് പോകണം, കാരണം ടിക്കറ്റ് എന്തായാലും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ ഇല്ലേന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ വെറുതെ പോകണമെന്നും ഒക്കെ ഒരു കൺഫ്യൂഷൻ. അവസാനം തീരുമാനിച്ചു പോയേക്കാം, എങ്ങാനും സദ്യ കിട്ടിയാലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് എന്തായിരുന്നു തോന്നുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ കുഞ്ഞിതായിരുന്നപ്പോഴേ മോഹൻലാൽ ഫിലിംസ് കണ്ട് വളർന്ന ടീംസ് അല്ലേ. അപ്പം ഞാൻ ഒരുപാട് എൻ്റെ ചൈൽഡ്ഹുഡ് ആയിട്ട് അറ്റാച്ച് ചെയ്യാനുണ്ട് ഈ ഒരാളെ. അപ്പോൾ പുള്ളീനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിത് എത്താറായിരിക്കുകയാണ്. ഒറയൻ മോൾ. ആക്ച്വലി ഇനീഷ്യൽ പ്ലാൻ അനുസരിച്ച് അജയ്, അരഞ്ചേട്ടൻ, റോണി പോകാനായിരുന്നു കേട്ടോ ഇരുന്നിരുന്നത്. രാവിലെ ജിമ്മിൽ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടപ്പോഴത്തേക്ക് എനിക്കും ഒരു ആഗ്രഹം, എങ്ങാനും പോയിട്ട് നമുക്ക് കയറാൻ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട്. കാരണം ടിക്കറ്റ്സ് ഉണ്ടായില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അജയ് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം, നിങ്ങളും പോരെ, ഇൻ കേസ് ടിക്കറ്റ് കിട്ടിയാലോ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങളും ചാടി പുറപ്പെടുന്നത്. എന്തായാലും ദേ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ, വീക്ക് ഡേ ആയതുകൊണ്ട്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ ടിക്കറ്റ് കിട്ടുന്നുള്ളത്. കാരണം ആകെ 100 ടിക്കറ്റ് സെറ്റേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറയൻ മോൾ വന്നു കഴിഞ്ഞാൽ ഞാനും റീമയും കൂടി ഒരു ഗേൾസ് ഡേറ്റ്സിനൊക്കെ പോകാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഹലോ സർ, ഇറങ്ങുന്നില്ലേ? ഞാൻ ബ്ലാക്കില്ല. ഇന്നത്തെ ഒരു തീം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാൻറ്റും, അതാണ് ഇന്നത്തെ ഡ്രസ് കോഡ്.
പക്ഷെ ഇവര് ഡ്രസ് കോഡിലല്ല. ഇവരറിഞ്ഞപ്പോ പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ഞാനിത് ബൈ ചാൻസ് ഇട്ടതാ. ഇന്ന് എനിക്ക് ഓഫീസ് പാർട്ടി ഉണ്ട്. അപ്പൊ എനിക്ക് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഓഫീസ് ഡിന്നർ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ ഓർത്ത് നോക്കിയ ബ്ലാക്ക് ആണല്ലോ, ഒരു പാർട്ടി തീം ആയിക്കോട്ടെ, അത് അങ്ങനെ ഇട്ടതാട്ടോ. അതാണ് ഞാൻ ഇത് ഓർത്തിട്ട് ഇട്ടതല്ല. പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പം ക്രാപ്പ് ടോപ്പ് ഇട്ടിട്ട് ഊരി കളഞ്ഞാ വേണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കെങ്കേരിയിലെ പരിപാടി ഞാൻ പറഞ്ഞില്ല, കെങ്കേരിയിൽ വേറൊരു പ്രസ് കോൺഫറൻസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത് ഡിലേ ആയി. അത് ആക്ച്വലി 10:30 to 11:30 ആയിരുന്നു. ആൻഡ് ഇവിടെ 12:30 to 1:30 അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത്, അവരിപ്പോൾ കെങ്കേരി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ കെങ്കേരിയിലെ പ്രോഗ്രാം നല്ലോണം ഡിലേ ആയി. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ 11:30 എത്തിയിട്ടേ ഉള്ളൂ അവർ കെങ്കേരി. അപ്പോൾ 11:30 12:30 അതായി. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 1:30 ആവും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ദ ഗോ വർക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോവാം. എന്തായാലും ഇത് കാണണം, ഒന്നുമില്ലെങ്കിൽ അവരെ ഒന്ന് കാണണം. പൊതുവേ അങ്ങനെ തിരക്കൊന്നും കാണില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു മോളില്. നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷൻ, നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറി ബ്ലോസംസ്, ജപ്പാനിൽ ഇപ്പോൾ ചെറി ബ്ലോസം തുടങ്ങുമല്ലോ, അതിൻ്റെ ഇതിനാണോ ആവുമോ. നല്ല ഭംഗിയുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡൈസൻ്റെ അവിടെ പോയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാം. അവർ ചെയ്തു തരും. ഇങ്ങനത്തെ കിയോസ്കുകളിലൊക്കെ അവർ ചെയ്തു തരുന്നതാണ് പറഞ്ഞു തരുന്നുള്ളത്. നോക്കാം. ഇവളെ വാത്തൻ ബോഡി കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒളിച്ചു വെച്ച് കൊണ്ടു. ഇതായിട്ട് നമുക്ക് വല്ലതും പോയി ഞാൻ കഴിക്കാൻ ആരും കഴിച്ചിട്ടില്ല അല്ലേ. നാളെ ഇവര് ഫാൻ ഷോയ്ക്ക് മുണ്ടും ഷർട്ടും ഇടണമെന്നൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടന്മാരൊക്കെ മുണ്ടും ഷർട്ട്, നമുക്കൊരു മുണ്ടും ഷർട്ട് പോയാലോടാ. സ്വാഗായിരിക്കും ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട്. അതെ, ആദ്യം നമ്മുടെ പ്രധാന കർമ്മമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം. നമ്മളിത് നാൻഡോസിൽ വന്നിട്ടുണ്ട്. ഫുഡ് മുഖ്യമുണ്ടെങ്കിലേ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇവരാണെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക അവരെപ്പോ എത്തും. നമ്മളാണെങ്കിൽ ഇവിടെ നല്ലോണം ഓർഡർ ഒക്കെ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ദൈവത്തിന് അറിയാം ഫുഡ് വരുമ്പോഴത്തേക്കും. ഇതാണ് ചിക്കൻ ലിവർ ആൻഡ് പോർച്ചുഗീസ് ബണ്ണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഫില്ലിങ്ങും അത്യാവശ്യമല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. റോണിയ തന്നെ ആണോ? ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഗ്രാൻഡേസ് ലോ ചിക്കൻ ബർഗർ. നല്ല ലുക്കൊക്കെ ഉണ്ട്. ഈ ഒരു പ്രസ് കോൺഫറൻസ് ഹോംബാലെ ഫിലിംസ് നടത്തുന്നതാണ് കേട്ടോ. അപ്പൊ അജയ് പോയി ഫ്രണ്ട്സിനോട് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 2 എക്സ്ട്രാ ടിക്കറ്റ്സ് കിട്ടാൻ വഴിയുണ്ടോന്ന്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ് ടിക്കറ്റ്സ്. ലാലേട്ടനെ കാണാനുള്ള തയ്യാറെടുപ്പ്. നെക്സ്റ്റ് ഫ്ലഷ്. കഥകൾ കൊണ്ടാണ് ഞാൻ വന്നത്. ഒരു കടയും കൊണ്ടാണ്. കാരണം വീട്ടിൽ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അത് തേക്കണതിന് മുന്നേ ഇത് മേളിയിട്, എന്നിട്ട് സ്പ്രെഡ് ചെയ്യും. നല്ല രസമല്ലോ കൊറേ നാള് നിൽക്കും. കൊറേ നാളോ കൊറച്ച് മതി. നമ്മുടെ ഓഡിയൻ തിയേറ്ററിൽ പോയി കണ്ടതാ, ഒരാവശ്യമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മേക്കപ്പ് ഒക്കെ ചെയ്തു. കുഞ്ഞെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോട്ടാ. ഓക്കെ, ബാ പോവാം. ഒരു ചെറിയ മേക്കപ്പ് വീണ്ടും ചെയ്തു. പിന്നെ അടിപൊളി. നമുക്ക് പോയിട്ട് അവരെ ടിക്കറ്റ് കിട്ടിട്ടോ. വൈദ്യുതി ഞാൻ പറഞ്ഞില്ലോ, നമുക്കും കിട്ടി നമ്മളുടെ സാധനം. എനിക്ക് കുറച്ച് വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ടായി കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പോകുമ്പോൾ നടക്കാത്ത പൊളി. അവരെത്തിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താവും. വന്നു എന്ന് തോന്നണം, അതല്ലേ അവർ ഓടിയത്. അവരെവിടെ വന്നോ? ഓ വന്നു. എല്ലാവരും ഓടി.
അജയ് വരുംചേട്ടനൊക്കെ ഓടി. PVR IMAXിലായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം. ഒരു ട്രെയിലർ സ്ക്രീനിങ്ങും ഉണ്ടായിരുന്നു, പ്ലസ് അവരുടെ പ്രസ് കോൺഫറൻസും. അവിടെ പോകുന്ന വഴി ഒരു റെഡ് കാർപ്പറ്റ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു, ഫുൾ എംപറാൻ്റെ ഹോർഡിങ്സ് ഒക്കെ ആയിട്ട്. ഞങ്ങൾ കയറിയിട്ട് 3rd റോയിൽ തന്നെ ഇരുന്നു കേട്ടോ, പ്രോപ്പർ വ്യൂവിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് 2 റോസ് മീഡിയയ്ക്ക് ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഫുൾ മീഡിയ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, തിരക്കും ഉണ്ട് നല്ല. അവരെത്തിയിട്ടില്ല, എത്താറായിട്ടേ ഉള്ളൂ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ಮೋಹನ್ಲಾಲ್ ಸರ್ ಅವರು, ನಟ ನಿರ್ದೇಶಕರಾಗಿರುವಂತಹ ಪೃಥ್ವಿರಾಜ್ ಸುಕುಮಾರಣ್ಣ ಅವರು. ഇതെനിക്ക് ഭയങ്കര ഒരു പിഞ്ച് മീ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഫേവററ്റ് സ്റ്റാർസിനെ ഒരേ ഫ്രെയിമിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലാലേട്ടനെ കണ്ടപ്പോൾ റൊമാൻസിഫിക്കേഷൻ, പുള്ളിയുടെ ഓരല്ലേ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് കൂടി എനിക്കറിയില്ല. ഈ ഒരു ട്രെയിലർ സ്ക്രീനിങ് ഒക്കെ IMAXിൽ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ഒരു സീനിനൊക്കെ സ്പെഷ്യലി ഗൂസ് ബംസ് പ്രോമാക്സ് ആയിരുന്നു. എൻ്റെ ദൈവമേ, ഭയങ്കര റൊമാൻസിഫിക്കേഷൻ. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ തിയേറ്ററിൽ ആരവവും. Now all the ladies make some more noise, of course the boys, for our evergreen Manju Warrior. And the intellectual brain behind the cinema. Please put your hands together for actor, director, producer, the very talented Mr. Prithviraj Sukumaran. And you need to double your energy right now, because the man who doesn't need any introduction, the name itself is an intro for the Indian cinema industry. Boys and girls, ladies and gentlemen, please put your hands together for Padma Bhushan Lieutenant Colonel Shri Mohanlal sir. Please raise and welcome. ആവാനായിട്ട്, എമ്പുരാൻ നിങ്ങളുടെ സ്വന്തമാവാനായിട്ട് എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു ആക്ടറിന്റെ കരിയറിൽ എമ്പുരാൻ പോലെയോ അല്ലെങ്കിൽ ലൂസിഫർ പോലെയോ ഉള്ള വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യവും അവസരവും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. ആദ്യം ആങ്കർ കന്നഡയിൽ സംസാരിക്കുമ്പോൾ സർപ്രൈസിംഗ്ലി ഞങ്ങൾക്ക് കന്നഡ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇന്ത്യൻ ലാംഗ്വേജസിൽ പലതിലും നമുക്ക് കോമൺ വാക്കുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഫ്രം കോണ്ടെക്സ്റ്റ് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആ ലൂസിഫറിന്റെ ഡയലോഗ് എവിടെയും പോയി പറയാൻ പറ്റുമോ ചേട്ടാ? ഇതിലെ പറയാം. മുണ്ട് വേണോ? അതെ അതെ അതെ, ഇതിലെ പറയാം. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല 2 തെരുവ്. നമസ്കാരം. ചീത്തപ്പേര് അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാം. മലയാളത്തിൽ പറയാം. Firstly, thank you to all my friends in the Kannada media for being here today. It means a lot to us that you've taken the time off for this last leg of our promotional tour that is winding up in Bangalore. From here, we are going back home. This is a very aspirational project for our industry because this is a film where we have collectively dreamt. Another, my brother, my co-creator, my writer, Murali Gopi. ഞാൻ സംവിധായകനാകാൻ കാരണം അദ്ദേഹമാണ്. അദ്ദേഹമാണ് എന്നോട് ഒരു തോട്ട് പറഞ്ഞിട്ട് ഇത് രാജ സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചത്. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. Thank you each and everyone for joining this trailer launch. I've been to Bangalore many times. Maybe for the last 50 years I'm traveling. Yeah, definitely we will answer. Sir, it's time for the press. I request
settle down, please. No, we'll miss the flight. Sorry? Dancer here. Yeah. Actually, Lucifer was all about the man who can even save Kerala and also destroy Kerala. But Kannadigas loved it. But what do you think? What made Kannadigas love Lucifer? And what can Kannadigas expect from Watch it tomorrow. That is expected. I don't know that. Because we don't know about the expectation. Nothing called Kannadiga expectation, Malayala expectation. Expectation of the film. ಲೂಸಿಫರ್ ನೋಡಿದಾಗ ಆ ಸಿನಿಮಾದ ಕತೆ ಬಂದು ರಾಜ್ಯ ರಾಜನೀತಿ ಮತ್ತೆ ಈ Return to Sandalwood. Can we expect to Kantara 2? Kantara 2? Yes. I have no idea. Please answer. Please. ഇവർക്ക് ഇവിടെ വളരെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം 5 o'clock അവർക്കൊരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ടായിരുന്നു. സോ അവർക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നെ എന്താ പരിപാടി? മറ്റേതിന് പോകണുണ്ടോ? അല്ലേ പോവാം. സത്യം അല്ല മറ്റേ മൂവി അതിനെ കൂടെ പോയിരുന്നു. ആലപ്പുഴ ജിംഖാന. സോ അതിന്റെ പ്രൊമോഷൻ എന്തായാലും നടക്കണേ. അപ്പൊ അതും ഇവിടെ അടുത്ത് പരിപാടി നടക്കുന്നുണ്ട്. അതിനും കൂടി പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അല്ലേ പോവാം. ഐ എം ഗെയിം. അതിനും കൂടി പോവായിരുന്നു. അപ്പൊ അവരെയും കൂടി നസ്ലൻ ഗണപതി. ഇല്ലില്ല, ഞാൻ ഓർക്കുന്നുണ്ടോ ചക്കരെ. ബാഗ് എടുക്കട്ടെ. ആ സമയത്തായിരുന്നു ഐഷ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്ന 2 പേരാണ്, വൈഷുവും ഐഷും. അപ്പോൾ അവളോട് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഇവരെ കണ്ടതൊക്കെ. അങ്ങനെ ഐഷോടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. അവൾ നാട്ടിലേക്ക് വരികയാണല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എംപുരാൻ്റെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈഷുവിനെ വിളിച്ചിട്ടോ. പാവ ആൾക്ക് ഭയങ്കരമായിട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് വയ്യാത്തോണ്ടാണ് കേട്ടോ വരാൻ പറ്റാഞ്ഞത്. എന്ത് തോന്നുന്നു? ഭയങ്കര ഒരു ഫീലിംഗ്. സത്യം എനിക്ക് ഭയങ്കര അത്ര അടുത്ത്. ഞാൻ അവിടെ ഇരുന്നപ്പോ ഞാൻ അവിടെ നമ്മൾ എണീപ്പിച്ച് വിടും കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സത്യം നമ്മൾ ബാൻഡ് കവർ ചെയ്ത് വെച്ചു. കാരണം മീഡിയ എന്ന് വിചാരിച്ചോട്ടെ, കാണുമ്പോൾ ലുക്കിൽ നിന്നാണ് കലവല കണ്ടാൽ തോന്നിയത് ആ മീഡിയ അല്ലെന്ന്. പക്ഷേ ബട്ട് യാ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അത് സത്യം. ഞാൻ വൈഷുവിനെ ശരിക്കും മിസ് ചെയ്തിട്ടോ, കാരണം വൈഷു കട്ട മോഹൻലാൽ ഫാൻ. ഇനി വൈകിട്ടത്തെയും കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ നസ്ലൻ ആൻഡ് ഗണപതിനെയും കൂടി കണ്ടിട്ട് നമുക്ക് അത് വേടൻ വേർപ്പ് തുന്നിയിട്ട കുപ്പായം. ആ സീൻ വേർപ്പ് തുന്നിയിട്ട കുപ്പായം അത്രേ എനിക്കറിയുള്ളൂ, ബാക്കി എനിക്ക് പാടാൻ അറിയില്ല. അല്ല ആ പാട്ട് ഞാൻ പാടിയതാണ്. ആ ഓ അത് അജയ് എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, കാറിലുണ്ട്. അതാ വൈഷുവിനും പേടിയത്. കീറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആലപ്പുഴ ജിംഖാന ടീം വരുന്നുണ്ട്. നസ്ലൻ, ഗണപതി, അതുപോലെ തന്നെ വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റാപ്പറൊക്കെ ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടും പോകണം, അവിടെ അവരെ ഒന്ന് കാണാൻ. സോ അതിവിടെ അടുത്ത് തന്നെ 6 kilometers, ഇവിടെ ഒറയൻ മോളിൽ 6 kilometers അപ്പുറമുള്ള ഒരു കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് അവരുടെ പരിപാടി. സോ അത് ഭയങ്കര തിരക്കായിരിക്കും, കാരണം എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവും. ഇന്ന് എന്തോ കൾച്ചറൽ ഫെസ്റ്റിൻ്റെയോ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേ ആണെന്തോ പറയുന്നുണ്ടായിരുന്നു. എന്തോ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സോ അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും അവിടെ. പക്ഷെ നമുക്ക് പോയി നോക്കാം, എന്തായാലും അതും കൂടി പോയി നോക്കാമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മളുടെ നാളത്തെ, അതായത് നമ്മുടെ ഫാൻ ഷോൻ്റെ ടിക്കറ്റാണ് ഇന്നത്തെ പരിപാടിക്ക് അവിടെ കയറാനുള്ള എന്താ എൻട്രി ടിക്കറ്റ്. അപ്പോൾ നമുക്കൊരു പേടി, എങ്ങാനും നാളത്തെ ടിക്കറ്റ് അവർ ഓക്കെ ടിക്കറ്റ് എന്ന് പറഞ്ഞ് കീറിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ മൂവിക്ക് പോകുമ്പോൾ എന്ത് കൊടുക്കും അറിയില്ല. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം എന്താണ് അവർ ചെയ്യണത്, എന്താണ് സംഭവം എന്നുള്ളത്. എന്നാൽ നമുക്ക് അതും കണ്ടിട്ട് നമ്മൾ ഈ തുള്ളി പോകുന്നത് ബാത്തൻപാടി ഉന്നം വെച്ചിട്ടാണ്. കൊച്ചിനെ പ്രാന്തളകി ബാത്തൻപാടി കണ്ടപ്പോഴത്തേക്കൊരു അത് ഇളകി. അപ്പോൾ നമ്മളിത് ഇവിടെ പോയിട്ട് കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓ നല്ല ഇത് ന്യൂ ഇയേഴ്സ് കളക്ഷൻ ആണല്ലോ, ഗിംഗം ന്യൂ ഇയേഴ്സ് കളക്ഷൻ. കുട്ടി ഇൻ ഹർ എലമെന്റ്. അപ്പോൾ അവിടുന്ന് സക്സസ്ഫുള്ളി നമ്മുടെ പുതിയ സെൻറ്റ് എന്തൊക്കെയാണെന്ന് കണ്ടു മനസ്സിലാക്കി. ഇനി അടിച്ചിട്ട് വന്നു, നമുക്ക് പോയി ഓൺലൈൻ നോക്കി ഓഫർ വരുമ്പോൾ മേടിക്കാം. ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. ഇടയ്ക്ക് മൂടുള്ളപ്പോൾ സ്റ്റോറിൽ നിന്ന് മേടിക്കും,
ഇടയ്ക്ക് ഭയങ്കര സ്റ്റോറിൽ വേറെ വില കൂടുമ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് ഓൺലൈൻ ഓൾവേസ് കമ്പയർ ആൻഡ് നമ്മൾക്ക് ഏതാ നല്ല ഡീസൻസ് അതല്ലേ മേടിക്കുന്നത് അല്ലേ? ചേട്ടാ എന്ത് തോന്നണോ ഇവരെ കണ്ടേന്? എന്താണ് നിങ്ങൾക്കൊരു, നിങ്ങളാണെങ്കിൽ സീറ്റിന്റെ എഡ്ജിലായിരുന്നു ഇരിക്കുന്നത്, ഇപ്പൊ ചാടി പോകും. ഇപ്പൊ ഞങ്ങൾ പിടിച്ചു വെക്കേണ്ടി വന്നു നിങ്ങളെ ചാടി പോകണ്ടിരിക്കുക. സത്യം, അതാ ഇടയ്ക്ക് ചാടി പോയിട്ട് കാണാനില്ല. നെക്സ്റ്റ് നമ്മളിതേ ആലപ്പുഴ ജിംഖാന എന്നുള്ള മൂവീന്റെ പ്രൊമോഷൻ നസ്ലനും ഗണപതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരൊക്കെ വരുന്നുണ്ട്. സോ ആ ഒരു പരിപാടിക്ക് നാളത്തെ ടിക്കറ്റ് വെച്ച് നമുക്ക് കയറാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ. സോ അതിന് പോവാണ്. അതിന് മുന്നേ നമുക്കൊന്ന് ഒരു ജ്യൂസ് കുടിക്കാന്ന് ഓർത്തിട്ടോ നമ്മൾ നേരെ വന്നിരിക്കുന്നത് പാരഗണിലേക്കാണ്. പാരഗണിലേക്കാണ് പോകുന്നത്. സോ അവിടെ പോയിട്ട് എനിക്കൊരു ഡാൻസിങ് ടീ കുടിക്കണമെന്നുണ്ട്. സോ അതിനാണ് നമ്മളുടെ പോക്ക്. നെക്സ്റ്റ് our destination is Paragon. നമ്മൾ നെക്സ്റ്റ് പാരഗണിൽ വന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഒരു ചായ ഒരു ഡാൻസിങ് ചെയ്യാൻ കുടിച്ച് നമുക്ക് ആ പരിപാടിക്ക് പോകാം. അപ്പോഴത്തേക്ക് അർജുനും അജയും വരും. അവരെത്തിയിട്ടില്ല, അവർ നേരെ ആ ലൊക്കേഷനിലേക്ക് പോയി. പക്ഷെ അവരെത്തട്ടെ. നമ്മളുടെ അവർ കുച്ചപ്പോയിലേക്ക് നേരെ മാപ്പ് ചെയ്തു. അപ്പൊ അവരങ്ങോട്ട് പോയി. നമ്മൾക്ക് മുമ്പിൽ എന്തൊക്കെയോ ഡിസേർട്ട് കാണുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ആദ്യത്തെ റൗണ്ട് ഓഫ് സ്നേക്സ് വന്നിരിക്കുകയാണ്. പക്ഷെ മധുരം ഉണ്ടല്ലോ. ബാക്കിയെല്ലാം സേവറിയാ. കറക്റ്റ് ഫുഡ് എത്തിയപ്പോഴത്തേക്കും രണ്ടുപേര് വന്ന് കയറണം. നോക്കിയാ കമാൺ കമാൺ. കറക്റ്റ് ഫുഡ് എത്തിയപ്പോഴത്തേക്കും വന്നു. ഓ ചിക്കൻ ആണല്ലോ. അരുൺചേട്ടാ ഫെമി കാണോട്ടാ. അരുൺചേട്ടാ ഇങ്ങനെ തള്ളാൻ പാടില്ല. അത് ടൊവിനോനെയാണോ ലാലേട്ടനെയാണോ കെട്ടിപ്പിടിച്ച് പറഞ്ഞത്? അതെ, ലാലേട്ടനെ അല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട്. അപ്പൊ തല്ലുകൊണ്ടേനെന്ന്. ഇതെന്താ സാധനം എന്നറിയോ? വീട്ടിൽ കയറാൻ പറ്റും വഴിയില്ല. എന്താ ഞാൻ പറയുന്നു പറ. ഇത് കാണില്ല വീഡിയോ. ഫെമി കാണും. എന്താ ഞാൻ അയച്ചും കൊടുക്കും. നിങ്ങൾ ഇതിനാണല്ലേ പോയെന്ന് ചോദിക്കും ഫെമി. ഇതെന്താ പാല് ബനാന ജാഗരി സോസ്. നല്ല ഓന്തര. ഇത് ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാം. റിച്ച് സാധനം, റിച്ച്. ബാക്കിയും കൂടി പറ. അരുൺചേട്ടൻ നാളെ ശ്രീനിവാസൻ നാളെ സിനിമ കാണാൻ വരണവരുണ്ടാവും കേട്ടോ. കാരണം ഇന്ന് വീട്ടിൽ കയറാൻ പറ്റില്ല. ഇനി എങ്ങാനും ഫെമിനോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് വീഡിയോ പ്രൂഫ് സഹിതം അയച്ചു കൊടുക്കും. നല്ല തീറ്റിയായിരുന്നു ഇവിടുന്ന്, നല്ലോണം തന്നിട്ടുണ്ട്. പൊടിയല്ലേ ഇത്, പൂച്ചരോമല്ലേ ഉള്ളു, കുഴപ്പമില്ല. ഇപ്പൊ റൂം സെറ്റ് ആയില്ലോ, കോളേജിലോ. 2 റൂംമേറ്റ്സിനെയും കിട്ടി, 2 പൂച്ച റൂംമേറ്റ്സിനെയും കിട്ടിയത്. അരുൺചേട്ട ഒരാട് ജീവിതം അല്ലേ. നല്ല ചിക്കനും മട്ടനും ഒക്കെ തിന്ന് പാവം ഇലയൊക്കെ അടിച്ച് തിന്നുന്നുണ്ട് ഇവിടുന്ന്. സോറി. അയ്യോ അല്ല, അധികം ചിരിക്കണ്ട, നമ്മള് നോമ്പെടുക്കേണ്ടതാ. അയ്യോ. അങ്ങനെ ആ പ്ലേറ്റുകളൊക്കെ കാലിയാക്കിയിട്ട് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ നമ്മുടെ ആലപ്പുഴ എന്താണ് ജിംഖാന, ആലപ്പുഴ ജിംഖാന ടീമിന്റെ പരിപാടിക്ക് നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. ബിക്കോസ് അത് ഓപ്പൺ പരിപാടിയാണ്. അപ്പോൾ ക്രൗഡിന് മൊത്തം ആക്സസ് ഉണ്ട്. സോ ഭയങ്കര തിരക്കാണെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ, പ്ലസ് അതൊരു കോളേജ് ഗുഡ് ഷെപ്പേർഡ്സിലല്ലേ, കോളേജ് ഓഡിറ്റോറിയത്തിലാണ്, ഗുഡ് ഷെപ്പേർഡ്സ് ഓഡിറ്റോറിയത്തിലുമാണ്. ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. തിരക്കില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. നമുക്ക് 8 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ഇനി ആ ഒരു നമ്മുടെ ഗുഡ് ഷെപ്പേർഡ്സ് ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പം നമ്മൾ ഇവിടുന്ന് മന്ദം നടന്ന് നീങ്ങുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം തിരക്കൊക്കെ എങ്ങനെ ഉണ്ട്.
ഇവിടെയാണ് നമ്മൾ വരേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. നമുക്ക് ഇനി കയറി എവിടെയാണ് പരിപാടി. വലിയ തിരക്കൊന്നും കാണുന്നില്ല, നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. വൈകിട്ടായി, എല്ലാവരും ഓഫീസൊക്കെ വിട്ട് പോവാറായി. പണി ചെറുതായിട്ട് പാളിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഈ ഗുഡ് ഷെപ്പേർഡ്സ് എന്നാണ്, പക്ഷേ അത് 59 മിനിറ്റ് അപ്പുറയുള്ള ഒരു ഗുഡ് ഷെപ്പേർഡ്സ് ആണ്. എത്തുമോ എന്നറിയില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ ഞാൻ എൻ്റെ ഓഫീസ് പാർട്ടിക്ക് പോവാണ്, കാരണം അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പോട്ടെ. ഓ ശരിയാ, അയ്യോ അത് മിസ്സായല്ലോ. ഷേ, നമ്മൾ ആരും നോക്കിയില്ല. രാവിലത്തെ മിസ്സായ ഡെഫിനറ്റ്ലി. ഓ സച്ച് എ ഹാർട്ട് ബ്രേക്കിംഗ് സീൻ. പക്ഷെ രാവിലത്തെ മിസ്സായില്ല, സോ അത് അറിഞ്ഞു. പക്ഷെ എനിക്ക് ഇതും കൂടി കണ്ടിട്ട് പോകണമെന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് കാണാൻ പറ്റില്ല. അപ്പോ അതാണ്. അപ്പൊ എന്തായാലും ഇവര് തിരിച്ച് അവിടേക്ക് പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകണ ഞാൻ എൻ്റെ പാർട്ടിക്കും പോവാണ്. സോ കുറച്ച് പണികളൊക്കെ നടന്നു, കാര്യങ്ങളൊക്കെ നടന്നു. ഇന്ന് എന്തായാലും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു, എക്സെപ്റ്റ് വിച്ച് ഇസ് ഡിസപ്പോയിന്റിങ്. പക്ഷെ നെക്സ്റ്റ് ടൈം ഇവിടുന്ന് 1 മണിക്കൂർ അപ്പുറയാണത്. അത് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും എത്താൻ ഇവർക്ക്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അതാ എന്തായാലും ഇത്രയും നേരം നമ്മൾ ഇനി എത്തിയിട്ട് 4 മണിക്കാണ് തുടങ്ങുന്നതാണ്. തുടങ്ങുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 6 മണി ആയിട്ടുണ്ട്. ഇനി അവിടെ 7 മണിക്ക് എത്തിച്ച് അപ്പോഴത്തേക്കും പരിപാടി കഴിയും. സോ ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, ഞാൻ എൻ്റെ പാർട്ടിക്ക് പോവാണ്. അങ്ങനെ എന്നെ ഒരു ക്യാബിൽ ഇവർ കയറ്റി വിട്ടു. ഇനി നമുക്ക് ഓഫീസ് പാർട്ടിയിൽ കാണാം. നെക്സ്റ്റ് നമ്മളിതേ വാട്സൺസിലെത്തി നമുക്ക് കയറാം. ഇവരെ എൻ്റെ ടീമിനെ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം അവരെവിടെയാണ്. അങ്ങനെ ഇവിടെ നിന്നുള്ള റിസ്റ്റ് ബാൻഡ് കിട്ടി. മാളിലാണ് ടീം ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മളുടെ ഓഫീസ് ബഡീസ് കേട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട്, ടീമിൽ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വി ഹാഡ് എ ബ്ലാസ്റ്റ് ഓഫ് എ ടൈം. എല്ലാവരോടും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഒരു 12 o'clock 1 ആയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണത്. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയത് കാരണം വൈഷു എന്നെ വന്ന് പിക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി. വൈഷു വന്ന് പിക്ക് ചെയ്തു എന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വരാൻ. അപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ വന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് ബീൻ എ വെരി ടയറിങ് ആൻഡ് വെരി ലോങ് ഡേ. നാളെ അല്ലല്ലോ, ഇപ്പോൾ 12:30. 1 മണിയായി. ഇന്ന് പുലർച്ചെ 5 മണിക്ക് നമുക്ക് എമ്പുരാൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻ ഷോയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് ആക്ച്വലി കുറേ സംഭവബഹുലമായ കാര്യങ്ങൾ നടന്നൊരു ദിവസമാണ്. ഞാൻ ഭയങ്കര ടയറാണ് കേട്ടോ, ഉറക്കമൊന്നും രക്ഷയില്ല. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എങ്ങനെയോ തുറന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ഈ ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഞാൻ എന്താണെന്ന് വഴിയെ കാണിക്കാം. താങ്ക് യു ഫോർ പിക്കിങ് മീ അപ്പ്. ഭയങ്കര കലിപ്പ. ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പ. ഇന്ന് ഒരു ദിവസമാണ് എന്നോട് നേരത്തെ വരാൻ പറഞ്ഞത്. കറക്റ്റ് ഇന്ന് തന്നെ എന്നൊക്കെ പുള്ളി എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ. മനഃപൂർവ്വമല്ല കേട്ടോ. ഇന്ന് എല്ലാവരും നിന്ന് അങ്ങനെ ഞാൻ സമയം പോയത് അറിഞ്ഞല്ലേ, അങ്ങനെ സംസാരിച്ച് നീണ്ടു പോയതാണ്, പറ്റിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.